വന്നു ഗൈസ്, സുരേഷ് ഗോപിക്ക് ഇത്തിരിയൊക്കെ ബോധം വന്നു. കഴിഞ്ഞ തൃശൂർ പൂരത്തിന്റെ സമയത്ത് സുരേഷ് ഗോപി ഉണ്ടാക്കിയ വെടിക്കെട്ടുകൾ മലയാളി ഒട്ടും മറക്കാനിടയില്ല. ആംബുലൻസിൽ വന്നതും ആദ്യം അത് സമ്മതിച്ചതും പിന്നെ ഞാൻ അങ്ങനെ വന്ന് നിങ്ങൾ കണ്ടോ, ഞാൻ അങ്ങനെ വന്നിട്ടേ ഇല്ല എന്ന് മാധ്യമങ്ങളോട് തട്ടിക്കയറിയതുമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെ ഓർക്കുന്നുണ്ട്. അതിനു മുൻപത്തെ പ്രാവശ്യവും സുരേഷ് ഗോപി ആളാവാൻ നോക്കിയതൊന്നും ആരും മറന്നു കാണില്ല എന്ന് കരുതുന്നു. പൂരം സുരേഷ് ഏട്ടന്റെ ഒരു വീക്ക്നെസ് ആണ്. ഒറ്റ നിർബന്ധം മാത്രം, പൂരം തുടങ്ങി തീരും വരെ അതിനൊപ്പം പുള്ളിയെ കുറിച്ചും ഒരു ചർച്ച വേണം. പക്ഷേ ഇപ്രാവശ്യം പുള്ളിയെ ആരോ വിളിച്ച് നന്നായി ഉപദേശിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ BJP നേതാവ് തൃശൂർ MP സുരേഷ് ഗോപി തന്നെയാണോ ഇത് എന്ന് തോന്നിക്കും വിധമാണ് പുള്ളിയുടെ ഇന്നത്തെ നിലപാട്. തൃശൂർ പൂരത്തിൽ മത ജാതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളുടെ പ്രദർശനം പാടില്ലെന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നിർദ്ദേശത്തെ പിന്തുണച്ചാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാട്ടുകാരെ മൊത്തം ഞെട്ടിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഒരു തരത്തിൽ നല്ലതാണ്, എങ്കിലും ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങൾക്ക് തടസ്സമാകാത്ത രീതിയിലായിരിക്കണം നിയന്ത്രണമെന്നും മന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പുള്ളിക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ നന്നായിട്ട് തിരിഞ്ഞതെന്ന് തോന്നുന്നു. സമൂഹം ആഘോഷിക്കുന്ന പൂരത്തിൽ അച്ചടക്കം നല്ലതാണ്. ചിഹ്നങ്ങൾ, പോസ്റ്ററുകൾ എന്നിവയുടെ കാര്യത്തിൽ അതിൽ നിശ്ചയിക്കണം. ഇതുവരെ TV-യിൽ മാത്രം കണ്ടിരുന്ന തൃശൂർ പൂരം ആദ്യമായാണ് നേരിൽ കാണാൻ പോകുന്നത്. വെടിക്കെട്ടും വളരെ അകലെ നിന്ന് മാത്രമാണ് കണ്ടത്. ശബ്ദം മാത്രമാണ് കേൾക്കുക. ഇത്തവണ എല്ലാവരെയും പോലെ തന്നെ അനുവദിക്കപ്പെട്ട അകലത്തിൽ നിന്ന് പൂരം കാണാൻ ആഗ്രഹമുണ്ടെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. മാത്രമല്ല, കൂടുതൽ പേർക്ക് ഇത്തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ഒരുക്കാമായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായില്ല എന്നതാണ് സത്യം. പൂരം കാണാൻ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ സൗകര്യം ഒതുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകാനിരിക്കെയാണ് കഴിഞ്ഞ മാസം മറ്റൊരു സംസ്ഥാനത്ത്, അതായത് ഗുജറാത്തിൽ പടക്ക നിർമ്മാണശാലയിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ ബുദ്ധിമുട്ടാണ്. സർക്കാരും നിയമങ്ങളും ഭേദഗതികളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള മനുഷ്യനെയാണോ മക്കളെ നിങ്ങളെല്ലാം ട്രോളി സുഖിച്ചത്? എന്തൊരു പാവം! ഇല്ലോളം താമസിച്ചാലും ഇപ്പോഴെങ്കിലും അവനൊരു ബോധം വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോൾ പുള്ളിക്ക് നിയമങ്ങൾ അറിയാം. സർക്കാർ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനു പുറകിലേക്കുള്ള കാരണങ്ങൾ അറിയാം. സത്യം പറഞ്ഞാൽ തൃശൂർ പൂരത്തിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം അങ്ങയുടെ ഈ നിറഞ്ഞ ചിരിയും ഈ തേൻ പുരട്ടിയ ഡയലോഗും കേൾക്കുമ്പോഴാണ്. കഴിഞ്ഞ മാസം വരെ എന്തൊക്കെ ബഹളമായിരുന്നു. മാധ്യമങ്ങളെ നോക്കി കണ്ണുരുട്ടുന്നു, ബ്രിട്ടാസിനെ ചീത്ത വിളിക്കുന്നു, ആശമാരുടെ കണ്ണീരൊപ്പുന്നു. ഇപ്പോഴത്തെ എല്ലാം കഴിഞ്ഞ് വോട്ട് ചോദിക്കാൻ വന്ന സമയത്തുള്ള സുരേഷ് ഗോപിയായി മാറിയിരിക്കുന്നു. എന്നാലും ചില വിരുദ്ധന്മാർക്ക് ഇപ്പോഴും സംശയം ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പൊറാട്ട് നാടകമല്ലേ എന്നതാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അല്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. 2 ആഴ്ചക്ക് മുൻപ് കണ്ട ആൾ ഇങ്ങനെ നിന്ന നിൽപ്പിന് മാറുമ്പോൾ ആർക്കായാലും സംശയം തോന്നും.